ഇന്ത്യ വിരുദ്ധതയുടെ വക്താവായിരുന്നു മുഹമ്മദ് യൂനസ്. ആ മുഹമ്മദ് യൂനസ് പടിയിറങ്ങി. പിന്നാലെ ബംഗ്ലാദേശിലേക്കുള്ള വാതിലുകൾ വീണ്ടും തുറന്ന് ഇന്ത്യ. അതെ, യൂനസ് പോയതോടെ ബംഗ്ലാദേശിലെ കാര്യങ്ങൾക്കൊരു തീരുമാനമായിരിക്കുകയാണ്. പുതിയ സർക്കാർ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരമേറ്റതിന് പിന്നാലെ ബംഗ്ലാദേശികൾക്ക് വലിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് ഇന്ത്യ വിസ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. ബംഗ്ലാദേശിലെ എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് സിൽഹെറ്റിലെ ഇന്ത്യയുടെ മുതിർന്ന കോൺസുലർ ഉദ്യോഗസ്ഥനായ അനിരുദ്ധ് ദാസ് വ്യക്തമാക്കി. നിലവിൽ മെഡിക്കൽ ഡബിൾ എൻട്രി വിസകൾ നൽകുന്നുണ്ട്. യാത്രാ വിസകൾ ഉൾപ്പെടെ ബാക്കിയുള്ളവ ഉടൻ ആരംഭിക്കും. മുഹമ്മദ് യൂനസിന് പകരം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷൻ താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഡൽഹിയുടെ ഈ ഒരു നിർണായക നീക്കം. എന്തുകൊണ്ടാണ് ഇന്ത്യ വിസ സേവനങ്ങൾ നിർത്തിവെച്ചതെന്ന് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ഡിസംബർ 17-നാണ് വിസ സേവനങ്ങൾ ഇന്ത്യ പൂർണ്ണമായും നിർത്തിയത്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ വിരുദ്ധത അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. ഇന്ത്യ വിരുദ്ധ തീവ്രവാദികളെ അവർ ജയിലിൽ നിന്ന് തുറന്നുവിട്ടു. നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ ഗുരുതരമായുള്ള ഭീഷണികളുണ്ടായി. തങ്ങളുടെ സുരക്ഷയുമായി വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും ഇന്ത്യയോട് കളിച്ചാൽ വിസ പോലും കിട്ടില്ല എന്നും ബംഗ്ലാദേശിനെ ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം ബംഗ്ലാദേശ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. യൂനസ് സർക്കാരിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലായിട്ട് മാറി. എന്നാൽ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി വന്നതോടെ ഇന്ത്യ തെല്ലൊന്ന് അയയുകയാണ്. അയൽ രാജ്യങ്ങളോട് ഇന്ത്യക്ക് ശത്രുതയില്ലെന്നും എന്നാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. മര്യാദയ്ക്ക് നിന്നാൽ മര്യാദ, അതാണ് ഇന്ത്യയുടെ ലൈൻ. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിന് ഇന്ത്യ നൽകുന്ന ഒരു സ്വാഗത സമ്മാനമാണിത്. ഒപ്പം വ്യക്തമായൊരു താക്കീതും. അതിർത്തിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ന്യൂഡൽഹിയാണെന്ന് ഢാക്കയെ ഈ നീക്കത്തിലൂടെ ഇന്ത്യ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.